12കാരന് അയൽവാസിയുടെ ക്രൂരമർദ്ദനം ചെരുപ്പുകൊണ്ട് തലയ്ക്കും കഴുത്തിനും ചങ്കിനും അടിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുക്കാതെ ഒത്തുതീർക്കാൻ ശ്രമിച്ചതായി കുട്ടിയുടെ മാതാപിതാക്കൾ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മെഡിക്കൽ അല്ലി നഗരം തേനി. ഫോർ അഡ്മിഷൻസ് 9894584876. ഈ മാസം 14-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. ഗ്രാമ്പി വെടിക്കുഴിയിൽ താമസിക്കുന്ന എസ്റ്റേറ്റ് തൊഴിലാളികളായ റാണി കുമാർ ദമ്പതികളുടെ ഇളയ മകനാണ് അയൽവാസിയുടെ മർദ്ദനമേറ്റത്. സ്കൂളിൽ ഏർപ്പെടുത്തിയ നോട്ട്ബുക്ക് വിതരണത്തിന് പങ്കെടുക്കാനിരിക്കെ വെടിക്കുഴിയിലെ കടയിൽ ചെന്ന തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അയൽവാസിയുടെ വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ കൂട്ടുകാരൻ വിളിച്ചത് അനുസരിച്ച് നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവരുടെ അയൽവാസിയായ സുരേഷ് എന്നയാൾ എത്തുകയും ചെരുപ്പ് കൊണ്ടും കൈകൊണ്ടും കുട്ടിയുടെ തലയ്ക്കും പുറത്തും കഴുത്തിനും ചങ്കിനും മർദ്ദിക്കുകയായിരുന്നു എന്ന് കുട്ടി പറയുന്നു. அடுத்து பிஸ்கட் வாங்க போனேன். அவன் கூப்பிட்டான்னு கேட்க போனேன். கேட்டதுக்கு அங்கேருந்து அவன் தாத்தா வந்து இங்கே ஒரு தாயோலி இருந்தானே அவன் எங்கேன்னு கேட்டு இங்கே இந்த இடத்துல. സംഭവം കണ്ടുനിന്ന മാതാവ് റാണി ഓടിയെത്തുകയും സുരേഷുമായി വഴക്കുണ്ടാക്കുകയും ചെയ്തു. കുട്ടിയുടെ ചങ്കിനും കഴുത്തിനും വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വണ്ടിപ്പെരിയാറിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകി. അപ്പോൾ തന്നെ അവിടെ നിന്നും ഡോക്ടർ കുട്ടിക്ക് മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്റിമേഷൻ നൽകി. തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയെങ്കിലും പാർട്ടി ഓഫീസിലെത്തി പ്രശ്നം പരിഹരിക്കാനാണ് പോലീസും നിർദ്ദേശിച്ചത് എന്നും തന്റെ മകനുണ്ടായ ദുരനുഭവത്തിന് നീതി ലഭിക്കണമെന്നും അല്ലെങ്കിൽ വീണ്ടും ഇത് സംഭവിക്കും എന്നും കുട്ടിയുടെ മാതാവ് റാണി പറയുന്നു. அப்போ அதுக்குள்ளேயும் போலீஸ் 2 தடவை கூப்பிட்டாங்க. நாங்கள் வந்துடலான்னு சொன்னோம். போலீஸ் வந்து கேட்டாங்க, எங்கே வந்துட்டீங்கன்னு கேட்டாங்க. சாயந்தரம் நாங்கள் ஒரு 5:30 ஆயிட்டு நாங்கள் வரும்போது அப்போ போலீஸ் கேட்டாங்க, எங்கே வந்துட்டீங்கன்னு கேட்டாங்க. அப்போ நான் சொன்னேன், இது போல் 57 வந்துட்டோம் அப்படின்னு நாங்கள் சொன்னோடனே போலீஸுக்கு இங்கே ஸ்டேஷன் வர வந்திருக்கணும். நாங்கள் போலீஸ் ஸ்டேஷன் போன உடனே பிள்ளைய இப்படி தடவைலாம் கொடுத்தாங்க. நாங்கள் ஹெல்ப் பண்ணுவோம், நீங்கள் டென்ஷன் அடிக்காத வேண்டாம். அப்போ இவனை வச்சு எல்லாமே கேட்டாங்க. போலீஸு கேட்டேன். அப்போ இவனாக தான் சொன்னான், அவன் பெரிய ஆள் இல்லை, அவனை நாங்கள் பார்த்துக்கிறோம், நீங்கள் சங்கடப்பட வேண்டாம்னு சொன்னாங்க. அப்போ நான் நினச்சேன், அதில் உள்ள தைரியத்தில் சரி அவர் செய்வாருன்னு நினச்சேன் நான். ஆனால் அவர் அதுக்கு பிறகு நாங்கள் வந்துட்டோம். வந்து அதை போய் ரிப்போர்ட்டை போய் ஸ்கேன் பண்ணிக்கிட்டு வந்தது இங்கே பார்ட்டி ஆஃபீஸ்லேருந்து அவங்க எல்லாம் கூப்பிட்டாங்க. இதுக்கு முதல் 4-5 தடவைலாம் அவங்க கூப்பிட்டுக்கிட்டே தான் இருந்தாங்க. பேசி சரி போட்டோம், தெட்டு மொத்தம் அவன் வேலை தான், நீங்கள் சங்கடப்பட வேண்டாம், நம்ம பேசிக்கிறோம் நாங்கள். அப்போ அவங்க எனக்கு கேஸ் எடுத்து நடத்துவாங்கன்னு நான் நினச்சேன். ஆனால் அவங்க நடத்துகிற மாதிரி எனக்கு தெரியலை. எனக்கு இதுக்குள்ளே என்ன ஏதுன்னு 2வது பார்ட்டி ஆஃபீஸுக்கு போனோம். 2 பேரும் பேசி எடுக்கலாம்னு சொன்னாங்க. எனக்கு என்னதான் செஞ்சாலும் என் பிள்ளைய அடித்ததுக்குள்ளே ஒரு நாய் எனக்கு கண்டிப்பாக எனக்கு வேணும். வேற ஒன்றும் கிடையாது. என் பிள்ளைய அடித்து செருப்பை வச்சு நீங்கள் 4 அடி, என் பிள்ளைய வந்து கம்பை வச்சு காலில் அடிச்சிருந்தா விஷயம் இல்லை, என் பிள்ளைய செருப்பை வச்சு அடிச்சிருக்காங்க. அதுக்குள்ள தீர்மானம் என்னன்னு எனக்கு கண்டிப்பாக எனக்கு வேணும். யாரும் இல்லை எனக்கு. அதனால நான் തോട്ടം തൊഴിലാളിയും അതോടൊപ്പം കൂലിപ്പണിയും ചെയ്യുന്ന തങ്ങൾക്ക് കുട്ടിയുടെ തലയ്ക്ക് ഏറ്റ പരിക്കിനെ തുടർന്ന് സ്കാൻ ചെയ്യുന്നതിന് പണമില്ലാത്തതിനാൽ തമിഴ്നാട് തേനി മെഡിക്കൽ കോളേജിൽ എത്തിയാണ് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള ചികിത്സ നടത്തിയത്. ഇതിനുശേഷം വണ്ടിപ്പെരിയാറിൽ എത്തിയപ്പോൾ പാർട്ടി ഓഫീസിൽ വെച്ച് നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതായും കേസിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടതായും ഇതനുസരിച്ചാണ് പോലീസും കേസെടുക്കാതെ ഒത്തുതീർക്കാൻ ശ്രമിച്ചതെന്നും കുട്ടിയുടെ പിതാവ് കുമാർ പറഞ്ഞു. ഫസ്റ്റ് പ്രാവശ്യം ആസ്പത്രിക്ക് പീരുമേട് പോയിട്ട് വരുമ്പോൾ പോലീസുകാർ വിളിച്ച്. അപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ കൊച്ചിന് തടവി നോക്കിയിട്ട് പറഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ ആസ്പത്രിക്ക് പോകും, ആസ്പത്രിക്ക് പോയി ചികിത്സ ചെയ്തിട്ട് പിന്നെ വാ നമുക്ക് നടപടിക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് 2வது ആസ്പത്രിയിൽ വന്ന് റിപ്പോർട്ട് കാട്ടിയിട്ട് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് നാനാ പോയപ്പോൾ ആ സാറ് പറയുന്നു, പോലീസുകാർ സാറ് പറയുന്നു, ഇത് നിങ്ങൾ 2 ഒരു പാർട്ടിയല്ലേ, നിങ്ങൾ ഒത്തുതീർപ്പായിട്ട് പോകുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് നടപടിക്ക് എടുക്കണം, ചിലപ്പോൾ നാളെ നാളെ കഴിഞ്ഞ് അവർ അടിക്കും, അത് എനിക്ക് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും പോലീസുകാരെന്നാ പറയുന്നത്, നിങ്ങൾ പോയി പാർട്ടി ഓഫീസിൽ പോയി ഒത്തുതീർപ്പാക്കിക്ക, ഞാൻ ചന്ദ്രനൊക്കെ വിളിക്കാമെന്ന് പറയുന്നത്. അതിന് ഒരു നടപടിക്ക് എടുത്തില്ല. ഇന്നോട് 9 ദിവസമായി. കുട്ടികൾക്കെതിരായ അതിക്രമം തടയുന്നതിന് ശക്തമായ നിയമ നടപടികൾ ഉള്ള സാഹചര്യത്തിൽ നിയമപാലകർ തന്നെ കേസെടുക്കാതെ സംഭവം ഒത്തുതീർക്കാൻ ശ്രമിക്കുന്നത് വിവാദമായിരിക്കുകയാണ്. ഇതിനിടയിൽ കുട്ടി പഠിക്കുന്ന സ്കൂൾ അധ്യാപകരെ വിവരമറിയിച്ചപ്പോൾ സ്കൂളിൽ വെച്ച് അല്ലാത്തതുകൊണ്ട്
പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് അധ്യാപകർ പറഞ്ഞതായും മാതാപിതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി SP, ചൈൽഡ് ലൈൻ, ബാലാവകാശ കമ്മീഷൻ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഇതേസമയം ഈ മാസം 14-ാം തീയതി നടന്ന സംഭവത്തെ തുടർന്ന് മാതാപിതാക്കളെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടാത്തതുകൊണ്ടാണ് മൊഴിയെടുക്കാൻ കഴിയാത്തതെന്നും അടുത്ത ദിവസം തന്നെ കുട്ടിയുടെ മൊഴി അനുസരിച്ച് കേസെടുക്കുമെന്നും വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.